ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സമ്മർ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ഒരു 7:30 ആയപ്പോഴാണ് ഞാൻ എന്താ വീട്ടിലെത്തിയത്. എനിക്കൊരു 25 to 30 മിനിറ്റ്സ് ഒക്കെ എടുക്കും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെയാണല്ലോ, അപ്പം എന്നാലും ഈ സമ്മർ ടൈം ആയതുകൊണ്ടാണ് 7:30 ഇത്ര വെട്ടവും വെളിച്ചമൊക്കെ പുറത്ത്. അപ്പോൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാഗ് ഗ്രോസറി വാങ്ങിക്കാൻ പോകാനുള്ള ബാഗാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗ്രോസറി വാങ്ങിച്ചിട്ട് നമ്മളെല്ലാം എടുത്തു വെച്ചിട്ട് ആ ബാഗ് ആ കതകിലോട്ടൊന്ന് തൂക്കിയിട്ടു. അപ്പോൾ ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പം നമ്മൾ മറക്കാതിരിക്കുമല്ലോ. അപ്പോൾ വണ്ടിക്കകത്ത് കൊണ്ട് വെക്കാനായിട്ട് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കതകിലോട്ടൊന്ന് തൂക്കിയിട്ടത്. ഇപ്പം നമുക്ക് ഗ്രോസറി സ്റ്റോറിലൊന്നും പ്ലാസ്റ്റിക് ബാഗ് പണ്ടത്തെ പോലെ കിട്ടൂലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ബാഗും കൊണ്ട് പോയില്ലെങ്കിൽ നമ്മൾ പിന്നെ പൈസ കൊടുത്ത് ബാഗ് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഒരു 7:35 ഒക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് വിനീത് ജോലിക്ക് പോകാനെല്ലാം റെഡിയായി ചായയൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് 2 കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ കിച്ചുവിൻ്റെയും വാണിയുടെയും ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേക്കൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് നമ്മുടെ കൗണ്ടറിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തോന്നി എല്ലാം പാൻട്രിയിൽ നിന്ന് എടുത്ത് നിരത്തിയെന്നാൽ പിന്നെ ഒരെണ്ണം കൂടി അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ കേക്ക് ഉണ്ടാക്കാനുള്ള പാനില്ലേ, അത് ഒരെണ്ണേ ഉള്ളൂ. അത് നമ്മുടെ ഈ കനേഡിയൻ ഡയറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഡോൾറാമയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും കുറച്ച് കട്ടിയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ മോൾഡ് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നലെ ഞാൻ ആദ്യം നമുക്കുള്ള കേക്ക് ഉണ്ടാക്കി വെച്ചു. പിന്നെ രണ്ടാമത് അവർക്ക് കൊടുക്കാനുള്ള കേക്കും ഉണ്ടാക്കി. അപ്പം അത് ചൂടൊന്ന് ആറാതെ നമ്മളെടുത്ത് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആവി പിടിക്കുമല്ലോ. അപ്പം ഞാനതൊന്ന് അടച്ചൊക്കെ വെച്ചിട്ട് പോയി ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഇപ്പം രാവിലെ വന്നിട്ട് പാർച്ച്മെൻറ്റ് പേപ്പറും അലൂമിനിയം ഫോയിലും ഒക്കെ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് പൊതിഞ്ഞൊക്കെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ ഒരു ക്രിസ്മസ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ്, നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഫാൻസി കേക്കൊന്നുമല്ല, നമുക്കൊരു ചായയുടെ കൂടെ ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയാണ് ഇനിയുള്ളത്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് മൈക്രോവേവ് ചെയ്ത് അതിനെ ഒരു 30 സെക്കൻഡ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോസൺ തേങ്ങ ആയതുകൊണ്ട് അത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മുട്ടക്കറിക്കുള്ള മുട്ടയൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇടണം. അപ്പോൾ അതിനെ ഒന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ജോലി ഇന്നും കൂടി ഉണ്ടായിരുന്നുള്ളൂ, എനിക്കിനി 2 ദിവസം ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉഴപ്പ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് ഭയങ്കര പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. എന്നാലും രാവിലെ എന്തുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് രാത്രി തന്നെ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഈസി ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ നോക്കിയപ്പോൾ ഒരു പച്ചരി ദോശ എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലതിനകത്തും പല റെസിപ്പീസാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും അതിൽ നിന്ന് എനിക്ക് അറിയില്ല, ദോശയുടെ ഒരു ടെക്സ്ചറൊക്കെ കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു ദോശയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് ചോറും ഇത്തിരി ജീരകവും ഇച്ചിരി കുഞ്ഞുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അപ്പം തന്നെ നമുക്കതിനകത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് ചുടാൻ പറ്റും. അങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തിരി നമ്മുടെ ലൂസായിട്ടുള്ള പരുവത്തിലെടുക്കും. എന്നിട്ട് ഉപ്പൊക്കെ ചേർത്ത് കലക്കി അങ്ങ് ചുട്ടെടുത്താൽ മതി. അപ്പം പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ദോശ പരിപാടിയാണ്. പക്ഷെ നമ്മുടെ വേറെ ബേക്കിംഗ് സോഡ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഞാൻ റെസിപ്പീസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ നീർദോശ എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, നീർദോശ. അതുകൊണ്ട് എനിക്കത് അറിയില്ല. ഇതും അതുപോലത്തെയൊക്കെ തന്നെ റെസിപ്പിയാന്ന് തോന്നുന്നു, പക്ഷെ നീർദോശയല്ല. എന്തുകൊണ്ടോ എനിക്കിത് ഉണ്ടാക്കിയിട്ട് ഭയങ്കര സക്സസ്ഫുൾ ആയില്ല. ഇവിടെ അത്രയും അങ്ങോട്ട് ഓടിയില്ല. അപ്പം ഇത് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് തരണേ. ഇത് സോഫ്റ്റ് അല്ല എന്നല്ല, പക്ഷെ എന്തുകൊണ്ടോ അതിൻ്റെ ടെക്സ്ചർ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയില്ല, നമുക്കത്ര ഹാപ്പി ആയില്ല. അപ്പോൾ എന്തായാലും ഇന്നലെ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് ഇത് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ മുട്ട പുഴുങ്ങിയതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കഴിയും. ദോശയാണെങ്കിലും ജസ്റ്റ് അരച്ചെടുക്കുന്നൊരു താമസം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഉണ്ടാക്കിയ പാട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് പുറത്തിറങ്ങി കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊണ്ട്, പിള്ളേർക്ക് ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് അവരും വീട്ടിലുണ്ട്. അപ്പോൾ അവരെ ഒന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് അവരും പല്ലൊക്കെ തേച്ച് താഴെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇവരെ വിളിച്ചെഴുന്നേപ്പിച്ച് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് കുറച്ച് നേരം ലാലയൊക്കെ അടിച്ച് നടന്ന് പോയി കിടക്കുമ്പോഴത്തേക്കും ഒരിത്തിരി സമയം ഗ്യാപ്പ് കിട്ടും കഴിക്കുന്നതിൻ്റെയും കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക്. കഴിച്ചിട്ട് ഉടനെ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഒരു ബ്ലോട്ടിങ് ഫീലൊക്കെയാണ്. അപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് ഇവർക്ക് നമ്മൾ കുറച്ച് ബുക്കൊക്കെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് കൊടുക്കാറുണ്ട്. TV കാണലും കമ്പ്യൂട്ടർ കാണലും
ഫോണിലും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. എന്നാലും നമ്മുടെ ബുക്സ് എടുത്തുകൊണ്ട് കൊടുക്കുന്നതും ഇതുപോലെ ചെറിയ ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതും ഒക്കെ കുറച്ച് നേരം ഇവരെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയിരുത്താൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ദിസ് ഓർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് 2 സിനേറിയോ കൊടുത്ത് നമ്മൾ എന്ത് ചൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ കിച്ചു എനിക്ക് 2 സിനേറിയോ ഒക്കെ തന്ന് ഞങ്ങളോട് എന്ത് ചൂസ് ചെയ്യും എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ആപ്പിൾ ട്രീ ഈ വർഷം വെച്ചതായതുകൊണ്ട് തന്നെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ചൂടിന് പെട്ടെന്ന് വാടും. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം നമ്മുടെ അരി കഴുകിയ വെള്ളം അത് ഇത്തിരി ഒരു ലൂക്ക് വാം ആയതുകൊണ്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല സെറ്റിമസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയപ്പം അതിനെ എടുത്ത് നമ്മുടെ ആപ്പിൾ ട്രീക്കൊക്കെ ഒന്ന് ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചട്ടിയിൽ വെക്കുന്ന ചെടികളൊക്കെ ആനുവൽസ് ആണ്. അപ്പോൾ അത് ഒരു വർഷം നിൽക്കുകയുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ആ ഒരു വിൻ്റർ സീസണിൽ അങ്ങോട്ട് സർവൈവ് ആവില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ അരിയൊക്കെ എടുത്ത് വെക്കണമായിരിക്കും. അങ്ങനെയൊന്നും മെനക്കെടാറില്ല. അതൊക്കെ ഒരു ആനുവൽസ് ആണ്, അതങ്ങ് പോവും. പിന്നെ ഇത് സ്വീറ്റ് വില്യം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെടിയാണ്. എല്ലാ വർഷവും തിരിച്ചു വരുന്നതാണ്. കഴിഞ്ഞ വർഷം തിരിച്ചു വന്നില്ല, പക്ഷേ ഈ വർഷം എവിടുന്നോ അത് വീണ്ടും കിളിച്ചു വന്നപ്പോൾ നമുക്ക് എന്താ പറയേണ്ട ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ ഒറ്റ കളർ ചെടിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം പല ഷെയ്ഡിലുള്ള പിങ്കും ബേബി പിങ്കും പിന്നെ വൈറ്റ് കളറും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇത് എവിടെ നിന്നാണ് ഇത്രയും കളർ വന്നതെന്ന്. അപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു മുള്ളൻ ഉണ്ടല്ലോ, അതൊരു കളയാണ്, നമ്മൾ പറിച്ചു കളയേണ്ട ഒരു വീടാണ്. പക്ഷെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാതെ പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിവരം അറിയും. അതിനകത്ത് നിറയെ മുള്ളുകളാണ്. അപ്പോൾ ഈ സ്വീറ്റ് വില്യമിൻ്റെ തന്നെ ഒരു ഡാർക്ക് കളറാണ് ഇത്. ഷാംലിയുടെ അടുത്തു നിന്ന്, എൻ്റെ ഫ്രണ്ടാണ്, ഷാംലിയുടെ അടുത്തു നിന്ന് കൊണ്ടുവച്ചതാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ അതും അത്യാവശ്യം നന്നായിട്ട് പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് സാൽവിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. എന്തോ ഔഷധ ഗുണമൊക്കെയുള്ള സാധനമാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിങ്കും ബ്ലൂവും ഉണ്ട് എൻ്റെ കയ്യിൽ. അതിനകത്ത് ഇഷ്ടം പോലെ ബീസ് വരും. അപ്പോൾ രാവിലെ തന്നെ ബീസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് തേനീച്ചനെ കാണാനോ കിളികളുടെ ശബ്ദം കേൾക്കാനോ ഒന്നും സമയമില്ലല്ലോ. പക്ഷെ ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് കാണുമ്പോൾ അത് വല്ലാത്തൊരു പോസിറ്റിവിറ്റി, നമ്മുടെ ആ ഒരു ദിവസത്തെ ഒന്ന് ഫ്രെയിം ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഒരു ടോട്ടൽ മൈൻഡ് സെറ്റ് തന്നെ ഒന്ന് പോസിറ്റീവ് ആവും. അപ്പോൾ കിട്ടുന്ന സമയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക. അപ്പം ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഓരോ സമയം പൂക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും തന്നെ നമ്മുടെ ഫ്ലവർ ബെഡിനകത്ത് ഏതെങ്കിലുമൊക്കെ ചെടി പൂത്ത് നിൽക്കുന്നുണ്ടാവും. പിന്നെ ചട്ടിയിൽ വെക്കുന്നതൊക്കെ ഈ ഒരു സീസൺ മുഴുവൻ പൂത്ത് തളർത്ത് നിൽക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 2-2.5 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നിനിപ്പോൾ ജോലിക്ക് പോകണ്ടായല്ലോ എന്നൊരു ആശ്വാസമുണ്ട്. അപ്പം വിനീതിൻ്റെ ജോലി സ്ഥലത്ത് ഇന്നൊരു ലഞ്ച് ഉണ്ട്. അപ്പോൾ ഫാമിലീനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ വേറെ എംപ്ലോയീസും ഒക്കെ അവരുടെ ഫാമിലീനെയൊക്കെ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് എല്ലാവരെയും മീറ്റ് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ സിറ്റിയിൽ സ്റ്റാമ്പീഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമ്മർ ടൈം ആകുമ്പോൾ ഇവിടെ നടക്കുന്ന ഒരു മെഗാ പരിപാടിയാണ് ഈ സ്റ്റാമ്പീഡ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ലഞ്ച് പരിപാടിയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിനീതിന് ഇന്ന് രാവിലെ തൊട്ട് 4 മണിക്കൂറുള്ള ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇന്ന് ഈ പരിപാടി നടക്കുന്നതുകൊണ്ട് 4 മണിക്കൂറൊന്നും ഇല്ലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനീത് ഒരു 12 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ പരിപാടി ഒരു 11:30 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 12:45 ഒക്കെ ആയിട്ടുണ്ട്. 1:30 വരെയായിരുന്നു ഈ ലഞ്ച് പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് കുറേ ലഞ്ച് കാര്യങ്ങളൊക്കെ ഡിഷസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയതൊക്കെ എടുത്ത് നമ്മൾ കഴിച്ചു. അപ്പോൾ കുറേ ഫ്രീസിയും ജ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയത് ബീൻസ്, പിന്നെ കുറച്ച് മാഷ് പൊട്ടറ്റോ, പിന്നെ കോസ്ല എന്ന് പറയുന്നിട്ട് ഒരു സാലഡ് പോലെ ഒരു സംഭവം. നമ്മൾ ഈ ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങിക്കുന്ന KFC പോലെ ഉള്ളിടത്തൊക്കെ കിട്ടുന്ന ക്യാബേജ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഡിഷാണ് ഈ കോസ്ല. അതും കൂടിയൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിള്ളേർക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആയിരുന്നു. പിന്നെ വേറൊരു സൈഡിലോട്ട് നോക്കിയപ്പം പലതരം പാമ്പുകളും ജീവികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് പാത്രങ്ങളിൽ അതിനെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയേണ്ടത്, നക്ഷത്ര ആമയാണോ എന്നൊന്നും എനിക്കറിയില്ല, എന്തോ ഒരു തരം ഡിസൈനുള്ള ആമയും. ഇത് ഓന്തിൻ്റെ വർഗ്ഗത്തിൽ, ഓന്താണോ ഓന്തിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട എന്തെങ്കിലും ആണോ എന്നറിയില്ല. ഇത് നമ്മുടെ അരണെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ലിസേർഡിൻ്റെ എന്തോ ഒരു വർഗ്ഗത്തിൽപ്പെട്ട സാധനമാണ്. പിന്നെ ഒരു വളരെ ഇങ്ങനെ എന്താ പറയേണ്ട മെലിഞ്ഞ ഒരു പാമ്പ്, അതിനെ അവർ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുള്ളി തുറന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും ഉച്ചയൂണിൻ്റെ ക്ഷീണത്തിൽ ചുരുണ്ട് കിടക്കുമ്പോൾ അവൻ മാത്രം വളരെ ആക്റ്റീവ് ആയിരുന്നു. പുള്ളിക്ക് പണിയാകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഒരു പെരുമ്പാമ്പിൻ്റെ ടൈപ്പിലുള്ള എന്തോ സാധനം, 8 കാലി, തേള്, അങ്ങനെ പലതരം ജീവികൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തുറന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെരുമ്പാമ്പല്ല, വേറെന്തോ പേരൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പെറ്റ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ജീവികളെയൊക്കെ പിള്ളേർക്ക് കയറി താലോലിക്കാനും ഓമനിക്കാനും ഒക്കെ പറ്റുന്ന ജീവികളാണ്. അപ്പം ഇവരും അതിനൊക്കെ വളരെ യൂസ്ഡ് ആണ്. വളരെ പിള്ളേരോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു കുഞ്ഞു പന്നിക്കുട്ടിനെ കണ്ടോ, അതിനെയാണ്
വാണിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ അവൻ മാത്രം ഭയങ്കര പേടിച്ച് മാറി മാറി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട്. അവരാണ് ഇതിന് ഫുഡ് കൊണ്ട് കൊടുക്കുന്നതും നമുക്ക് അകത്ത് കയറേണ്ടപ്പോഴും പുറത്തോട്ട് ഇറങ്ങേണ്ടപ്പോഴും ഒക്കെ ഗേറ്റ് തുറന്നു തരുന്നതും അങ്ങനെയൊക്കെ. ഈ ജീവികളല്ലാതെ നമുക്ക് അഡോപ്ഷൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് അഡോപ്ഷൻ്റെ ഫീസൊക്കെ അടച്ച് നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അവിടെ നിന്ന് പട്ടിയൊക്കെ വാങ്ങിച്ച് പോകാനും പറ്റും. അപ്പോൾ എനിക്ക് ചെറിയ പ്രായത്തിൽ പട്ടികളെ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വീട്ടിൽ. പിന്നെ നമുക്ക് നാട്ടിലാണെങ്കിൽ പുറത്തിട്ട് വളർത്താനുള്ള സൗകര്യം ഉണ്ടല്ലോ. ഇവിടുത്തെ ഒരു വെതറിൽ നമ്മൾ പെരക്കകത്തിട്ട് വളർത്തുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്തും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫേസ് പെയിന്റിങ്ങിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ആർട്ടിസ്റ്റ് ഇരുന്നിട്ട് ഇങ്ങനെ ഫേസിൽ നമുക്ക് ചൂസ് ചെയ്യുന്ന ഡിസൈനൊക്കെ പെയിന്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് മഞ്ഞപ്പട്ട് പരവതാനി പോലെ കിടക്കുന്നത് കനോല പാടങ്ങളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളിവിടെ കാറിന്റെ നിസാന്റെ ഷോപ്പിലൊന്ന് കയറിയിട്ട് നമുക്ക് ഓയിൽ ചേഞ്ചും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അപ്പോയിൻമെന്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമുക്കിങ്ങനെ എക്സ്പ്രസ് ഒരു എന്താ പറയണ്ട എൻട്രി പോലെ ഒരു സംഭവം ഉണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നേ ആളുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു ലഞ്ച് പരിപാടിയൊക്കെ ആയതുകൊണ്ട് വിനീതിന് ഉച്ച കഴിഞ്ഞിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമായിരുന്നു. അപ്പം നമ്മളങ്ങനെ വണ്ടിയൊക്കെ കൊടുത്തിട്ട് ഇവിടെ കുറച്ചിങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്. നമുക്ക് ചായ, കോഫി, വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ചായയില്ല, കോഫിയും വെള്ളവും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇവിടെ സ്റ്റാമ്പീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയൊരു റോഡിയോ ഷോ ആണ്. വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോ ആണ്. മില്യൺസ് ഓഫ് ആൾക്കാർ വരുന്ന ഒരു ഷോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്രൗഡഡ് ആണ്. അതുപോലെ ഈ ഒരു ചൂട് സമയം കൂടെ ആയതുകൊണ്ട് ശരിക്കും ഭയങ്കര ടയറിംഗ് ആണ്. പക്ഷെ എല്ലാ വർഷവും പോകുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു അമ്പലത്തിന്റെ ഉത്സവവും പള്ളിപ്പെരുന്നാളും ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അതുപോലെയാണ് ഇവർക്കിത്. അപ്പൊ വിനീത് വെച്ചേക്കുന്ന ഈ ഒരു ഹാറ്റിന്റെ പേരാണ് കൗബോയ് ഹാറ്റ്. അത് ഈ ഒരു സ്റ്റാമ്പീഡിന്റെ സമയത്ത് നമ്മൾ ജോലിക്ക് ചെന്നാലും വഴിയിലിറങ്ങിയാലും ഒക്കെ ഒരുപാട് ആൾക്കാർ വെച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. അത് ഈ ഒരു സമയത്ത് എല്ലാവരും വെക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പല സിറ്റീസിൽ നിന്ന് പുറത്തുള്ള കൺട്രീസിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇതിന്റെ ഈ ഒരു കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വരും. വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് റോഡിയോ ഷോ ആയതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പം നമ്മളിതാ കുറച്ചു നേരം അതൊക്കെ TV-യിൽ കണ്ടിട്ട് നമ്മുടെ വണ്ടിയൊക്കെ റെഡിയാക്കി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ 12 വർഷത്തിനിടയ്ക്ക് ഒരൊറ്റ വട്ടമാണ് സ്റ്റാമ്പീഡിൽ പോയിട്ടുള്ളത്. അന്യായ ചൂടും തിരക്കും കാരണം പിന്നെ ഒരിക്കലും പോയിട്ടില്ല. അപ്പം വീട്ടിലെത്തി നമ്മൾ കുറച്ച് സോയാ ചങ്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോയാബീൻ ആദ്യം തന്നെ നന്നായിട്ടങ്ങ് വേവിച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി അതൊന്ന് ആറി വരുമ്പം അതിനെ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാലും അത് നന്നായിട്ട് കുതിർന്ന് വീർത്ത് വരും. പക്ഷെ എന്നാലും നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ പെട്ടെന്നാവും. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പണിയില്ല. വെള്ളത്തിലോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഒരു 15-20 മിനിറ്റ്സ് കൊണ്ട് നന്നായിട്ട് വെന്ത് വരും. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ എനിക്ക് പണ്ട് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ ഇത് ഉണങ്ങിയല്ലേ ആദ്യം ഇരിക്കുന്നത്. അപ്പം കുറവാണെന്ന് വിചാരിച്ചിട്ട് കുറേ എടുക്കും. എന്നിട്ട് നമുക്ക് പിന്നെ മസാല ഉണ്ടാക്കുമ്പം ഒരു ടേസ്റ്റ് വരത്തില്ല. എപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ കുറച്ച് ഉണ്ടാക്കുമ്പോഴാണ് എപ്പോഴും ടേസ്റ്റ് വരുന്നത്. നമ്മൾ എന്നാൽ ഭയങ്കര അടിപൊളിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ കൂടുതൽ ഉണ്ടാക്കി അങ്ങ് വെച്ചേക്കാന്ന് വെക്കുമ്പം അത് കുളമാകുകയും ചെയ്യും. അപ്പോൾ ആ സമയം കൊണ്ട് ജസ്റ്റ് പെട്ടെന്നൊന്ന് അടിച്ചു വാരി എടുത്തു. നമ്മുടെ ഉള്ളി കുറച്ച് പൊളിച്ചു വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 ഉള്ളിയേ ഉള്ളൂ. അതിന് ഈ ഫുഡ് പ്രോസസ്സറിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ബീൻസ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡിസ്ക് എന്ന് പറയുന്ന ഒരു സംഭവം അതിനകത്ത് ഇട്ടിട്ട് നമ്മുടെ ഈ ഉള്ളി ഇങ്ങനെ മോളിക്കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല നീളത്തിൽ തന്നെ നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് കിട്ടും. ഇനി അതല്ല നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലേഡ് ഇട്ടിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഇതിനകത്ത് കണ്ടോ ഡിസ്ക് എന്നൊരു സെറ്റിങ്. അപ്പോൾ ആ ഒരു ഡിസ്ക്കാണ് അതിനകത്ത് കാണുന്നത്, ഈ ഒരു സാധനം. അപ്പോൾ ഇതിനകത്തൂടെ നമ്മൾ ഉള്ളി അതിനകത്തൂടെ ഇറങ്ങിപ്പോകാൻ പരുവത്തിലുള്ള പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല നീളത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഒരുപാട് അങ്ങ് തിന്നായിട്ടൊന്നും അല്ല കിട്ടുന്നത്. എന്നാലും ഞാൻ അതിന് ആ ഒരു ഉള്ളികൾ വെച്ചിട്ട് ബിരിയാണിക്കൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് തുറക്കുമ്പോൾ കണ്ടോ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ഇനി അത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതൊരു സേഫ്റ്റി ഫീച്ചർ ആണ് അങ്ങനെ.
അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് ഒരുപാട് കണ്ണെരിയുന്നില്ല. ഇല്ലെങ്കിൽ ഇതിൽ കട്ട് ചെയ്താലും നമ്മൾ അടുത്തോട്ട് നിന്നാൽ നമ്മുടെ കണ്ണൊക്കെ എരിയുവേ. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഉള്ളി കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് അരിയുമ്പോൾ ചടപടേ എന്ന് പറഞ്ഞ് നമ്മുടെ പരിപാടി തീരും. ഉള്ളിയൊക്കെ നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് അരിഞ്ഞു കിട്ടും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കുന്നത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ ഉള്ളി വേണമല്ലോ, എത്ര പെട്ടെന്ന് നമുക്ക് അരിഞ്ഞു കിട്ടും എന്നറിയോ, പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഉള്ളി അരിയുന്നത് കുറേ വരുന്ന സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ പച്ചക്കറി കട്ട് ചെയ്യാനാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ദാ നമ്മുടെ ഉള്ളിയൊക്കെ കട്ട് ചെയ്തത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ പാനിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ എരിവിന് ആവശ്യമുള്ള കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി വേണ്ട ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് ഞാനൊരു 2 ടൊമാറ്റോ ആണ് വേണ്ടത്. പക്ഷേ ഞാൻ ഇന്നലെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ എടുത്തതിൻ്റെ മിച്ചം ഒരു ഹാഫ് ടൊമാറ്റോ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഹാഫ് ടൊമാറ്റോയും പിന്നെ വേറൊരു ടൊമാറ്റോയും കൂടി എടുത്തിട്ട് കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള മല്ലിയിലയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കാം. അപ്പം ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് മല്ലിയില ഇട്ടിട്ട് താഴെയും മുകളിലും ഓരോ പേപ്പർ ടവൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇത് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഈർപ്പം എല്ലാം ഫുള്ളായിട്ട് പോയതിന് ശേഷം വേണം വെക്കാൻ. ഇനി കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് വെക്കുകയാണെങ്കിലും ചിലപ്പോൾ അതിൽ വെള്ളമയം ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തോർത്തി വെള്ളമയം ഒന്നും ഇല്ലാണ്ട് വേണം ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്തെങ്കിലും ഈർപ്പം പിന്നെ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ മുകളിലും ഓരോ പേപ്പർ ടവലും കൂടി ഒന്ന് ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ മല്ലിയിലയൊന്നും പെട്ടെന്ന് ചീത്തയായി പോവാണ്ടിരിക്കും. അപ്പം ഞാനിത് കഴുകാണ്ട് വെച്ചതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുന്ന സമയത്താണ് കഴുകിയെടുക്കുന്നത്. അപ്പം കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് വെച്ച് നമുക്ക് കഴുകിയെടുക്കാമല്ലോ. അപ്പോൾ ഈ ഡോളറാമയിൽ പോയ സമയത്ത് വാങ്ങിച്ചതാണ് ഈ ഒരു ബാറ്റ്. നമ്മുടെ നാട്ടിൽ ഇത് വളരെ കോമൺ ആണല്ലോ, നമ്മൾ കൊതുകിനെയൊക്കെ കൊല്ലാൻ വാങ്ങിക്കുന്ന ബാറ്റ്. അപ്പോൾ ഇത് ഡോളറാമയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചന്നം പിന്നം കൊതുക് കയറുന്ന സമയത്ത് നമുക്ക് ഏതിനെങ്കിലുമൊക്കെ കൊല്ലാൻ കിട്ടും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഈച്ചയൊക്കെ നമ്മൾ ഈ കഥ തുറന്നിടുമ്പോഴത്തേക്ക് കയറുന്നതിനെ കൊല്ലാനും പറ്റൂല. പിന്നെ ഇത് തോൽവി സംബന്ധിച്ച് കളിയിൽ നിന്ന് പിന്മാറി അങ്ങനെ ഈച്ചയുടെ വഴിക്ക് പോയി. അപ്പോൾ ബാക്ക് ടു അവർ സോയാ ചങ്ക് മസാല. നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അപ്പം ഞാൻ ഇപ്രാവശ്യം ഇന്ത്യൻ സ്റ്റോറിൽ പോയ സമയത്ത് ഇതുപോലെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ക്യൂബ്സ് ഉണ്ടായിരുന്നു ഫ്രോസൺ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. ദീപ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പം ന്യൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അവരുടെ ന്യൂ പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് ക്യൂബ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ക്യൂബ്സ് എടുക്കാനും നല്ല സൗകര്യമാണ്. ഇത് കണ്ടപ്പം എളുപ്പമാണല്ലോ, അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വാങ്ങിച്ചു നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ അത് പേസ്റ്റായിട്ട് കുപ്പിയിലാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കും. ഇനി കുറച്ച് നാൾ കൂടുതൽ വെക്കണം എന്നുണ്ടെങ്കിൽ അതേ പേസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ ഐസ് ട്രേയിലാക്കിയിട്ട് ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഐസ് ട്രേയിൽ നിന്ന് മാറ്റി ഒരു സിപ്ലോക്ക് ബാഗിനകത്തോ ഒരു കണ്ടെയ്നറിലോ ആക്കി വെച്ചാൽ മതി. അപ്പം നമുക്കത് ക്യൂബ്സ് ആയിട്ട് തന്നെ ഇരിക്കും, നമുക്ക് യൂസ് ചെയ്യാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ടാണ് സ്റ്റോറിൽ ചെന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈസി ടു യൂസ്, നോ പ്രിസർവേറ്റീവ്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഒന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പക്ഷെ നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് എപ്പോഴും. അപ്പോൾ അതൊരു 3-4 ക്യൂബ്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് എരിവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത്തിരി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണൊക്കെ. ഇനി അതിൻ്റെ കൂടെ ഒരു അര മുതൽ 1/4 ടീസ്പൂൺ വരെ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാകുമ്പോൾ ഇത്തിരി ഫ്ലേവർ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം. അപ്പം ഞാൻ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കുപ്പിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇതുപോലെ മല്ലിയും മുളകും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ച് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് കുറേ നാൾ വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അത് ഒരുപാട് നാളൊന്നും നിൽക്കില്ല. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ നമ്മളൊരു 3-4 കിലോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ വീട്ടിലുണ്ടായ മഞ്ഞൾ ഉണക്കി പൊടിച്ചതും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
കുപ്പികളിൽ തീരുന്ന മുറയ്ക്ക് നമ്മളൊന്ന് റീഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം കറി ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരു എളുപ്പം ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പല സാധനങ്ങളും അടുപ്പിലിട്ടിട്ട് ഈ പൊടികൾ എടുക്കുമ്പോഴായിരിക്കും ഇതൊന്നും ഇല്ലാന്ന് കാണുന്നത്. പിന്നെ ഇത് റീഫില്ല് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അടുപ്പിൽ കിടക്കുന്നത് കരിയും, അപ്പോഴൊരു ഹറിബറി ആവും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു റീഫില്ലിംഗ് ഡേ ഒന്നുമില്ല. നമ്മൾ ഓരോന്ന് കാണുന്ന സമയത്ത് അങ്ങ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ളത്. അതുപോലെ നമ്മളൊരു കറി ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് പകർന്ന് മാറ്റി വെക്കുന്ന സമയത്താണെങ്കിലും ഇതുപോലെ പൊടികളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു സിങ്കിൻ്റെ അടുത്തുള്ള കൗണ്ടറിലോട്ട് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരിയൊക്കെ താഴെ വീണാലും പെട്ടെന്നൊന്ന് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പം നമ്മുടെ ഓർഗാനിക് കൊറിയാണ്ടർ പൗഡറൊക്കെ റെഡിയായി. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കഴിവതും ചൂടുവെള്ളം തന്നെ ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ പൊടികളും പച്ചക്കറിയും ഒക്കെ ചൂടായി കിടക്കുന്നതിലോട്ട് പച്ചവെള്ളം ഒഴിക്കാതെ, നമ്മുടെ ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല ഞാൻ, ഒന്ന് കുഴഞ്ഞുള്ള പരുവത്തിലാണ് വേണ്ടത്. എന്നാലും ഈ ഒരു സോയ ചങ്ക്സിലൊക്കെ ഒന്ന് മിക്സായി വരാൻ പാകത്തിനുള്ള കുറച്ച് നല്ല തിളച്ച വെള്ളം തന്നെ കെറ്റിലിൽ നിന്ന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ലോ ഫ്ലെയിമിൽ. എന്നിട്ട് അതിലോട്ട് അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയാ ചങ്ക് മസാല റെഡിയാണ്. അപ്പോൾ ഇത് ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് എടുത്തത്. ഗ്രേവി കൂട്ടണം എന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നാളെ ആകുമ്പോഴത്തേക്ക് നല്ല യമ്മി ടേസ്റ്റ് ആവും, അതിനകത്തോട്ട് മസാലയൊക്കെ പിടിച്ചിട്ട്. ഇത് ചിക്കനെക്കാട്ടിൽ ബീഫിനെക്കാട്ടിലൊക്കെ അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ ഒരു വെറൈറ്റിക്ക് സോയാ ബീൻസ് നല്ലതാണല്ലോ. അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന യമ്മി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വിനീത് അവിടെ തുമ്മി തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പം എനിക്ക് കുറച്ച് സന്തോഷമായി. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഫില്ല് ചെയ്തിട്ട് തുമ്മി തോറ്റതാണ്. മുളക് പൊടിയുടെ ആ ഒരു മണം നമ്മുടെ മൂക്കിലോട്ട് അടിക്കുമ്പോഴത്തേക്കും എൻ്റെ പൊന്നേ. അപ്പം ഈ വട്ടം വേറൊരാൾ തുമ്മുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ഒരു സൈക്കോ ആണോ ചേച്ചി എന്ന് ചോദിക്കരുത്, എന്നാലും ഞാൻ തുമ്മിയില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി പാത്രം കഴുകലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് ഇവർക്ക് വൈകുന്നേരം തായ്ക്കൊണ്ടോ ഉള്ളൊരു ദിവസമാണ്. അപ്പം ഇന്ന് ഇങ്ങനെ സ്പാരിംഗ് ഗിയർ ഒക്കെ ഇട്ട് പോകേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ പടച്ചട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ കിച്ചു വാണിക്ക് ഒരു ഇടി കൊടുത്തതിൻ്റെ പേരിൽ വാണി കരഞ്ഞുകൊണ്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ തായ്ക്കൊണ്ടൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ആളുടെ മൂടൊക്കെ മാറി. ഒരു 8:15 ആയി ഇവർ വീട്ടിലെത്തിയപ്പം. അതൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ദോശ ഞാൻ പറഞ്ഞില്ലേ വലുതായിട്ട് അങ്ങോട്ട് ഓടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശയും സോയ ചങ്ക്സും കൂടി ഞാൻ കഴിച്ചങ്ങോട്ട് ഫിനിഷ് ചെയ്തു. ബാക്കി എല്ലാവരും ചോറൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 9 മണിയോളം ഏകദേശം ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ നല്ല വെട്ടമാണ്. സമ്മർ ടൈമിൽ നമുക്കൊരു രാത്രി 10-10:30 വരെയൊക്കെ അത്യാവശ്യം നല്ല വെട്ടം ഉണ്ടാവും. രാവിലെ ഒരു 4:05 ആകുമ്പോഴത്തേക്ക് നേരം വെളുക്കുകയും ചെയ്യും. വിന്ററിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നേരത്തെ ഇരുട്ടുകയും താമസിച്ച നേരം വെളുക്കുകയും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദി ലൈഫ് ചേഞ്ചിങ് മാജിക് ഓഫ് ടൈഡിങ് അപ്പ് എന്ന് പറഞ്ഞിട്ട് മേരി കോണ്ടോയുടെ ഒരു ഫേമസ് ബുക്കാണ്. അപ്പോൾ ഇത് എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഈ ബുക്ക് വായിക്കാൻ തുടങ്ങി ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ ഒരു കണ്ടന്റ് ഇഷ്ടമുള്ളവർക്ക് വായിച്ചു നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പം ഞാനും എൻ്റേതായിട്ടുള്ളൊരു പേസിൽ കണ്ടിന്യൂറ്റി പോകാതെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. നമുക്ക് കിടക്കാനുള്ള സമയമായപ്പോൾ വാണിയുടെ ബെഡിൽ മാട്രസും അതിൻ്റെ ബോക്സും ഉണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവന്നിടാൻ പറ്റുമല്ലോ. അപ്പം നമ്മളങ്ങനെ ബോക്സ് കൊണ്ടുവച്ചു. ഇനി അതിൻ്റെ പുറത്ത് മാട്രസും കൂടി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇവിടോട്ടം കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഫുൾ വീട് എയർ കണ്ടീഷൻ ഇല്ല. ജസ്റ്റ് ഈ ഒരു ഡിവൈസ് നമ്മൾ കോസ്കോയിൽ നിന്ന് ഒരു 2-3 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. ഇത് ജസ്റ്റ് ഒരു പോർട്ടബിൾ AC ഒരു റൂമിൽ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ റൂം വെസ്റ്റ് ഫേസിങ് ആയതുകൊണ്ട് നല്ല ചൂട് വരുന്നതുകൊണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ അത് വെച്ചിട്ടുള്ളത്. പക്ഷെ പിള്ളേരുടെ റൂമിൽ അവർക്ക് ചൂടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു മാട്രസും ബോക്സും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബെഡിൻ്റെ ഫ്രെയിമൊന്നും എടുക്കാൻ നടക്കണ്ടല്ലോ, പെട്ടെന്ന് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വാണിയുടെ ബെഡിൽ മാട്രസിൻ്റെ ബോക്സും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവച്ച് കിടക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഇവർക്ക് 2 പേർക്ക് കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് അതും കൂടിയൊക്കെ ഒന്ന് കൊണ്ടുവച്ച് റെഡിയാക്കി എടുത്തു. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടിയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. നമുക്ക് AC ഇട്ട് ഫാനും കൂടി ഇട്ടിട്ടൊക്കെയാണ് കിടക്കുന്നത്. ഇവിടെ വിൻ്റർ ടൈമിൽ നല്ല തണുപ്പ് വരുന്നത് പോലെ സമ്മർ ടൈമിൽ നമുക്ക് നല്ല ചൂടുമാണ്. അപ്പം നമ്മൾ ബെഡൊക്കെ റെഡിയാക്കി ഇനി കിടക്കാനുള്ള പരിപാടികളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറന്നു പോകരുത്. നമുക്ക് ലൈക്ക് കിട്ടുന്ന അനുസരിച്ചിട്ടാണ് യൂട്യൂബ് ഒരുപാട് പേരിലോട്ട് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ഹാർട്ട് ആണെങ്കിലും സ്മൈലി ഫേസ് ആണെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും ഉറപ്പായിട്ടും അറിയിക്കണം. എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നത് ആ കമൻസ് വായിക്കുമ്പോഴും അതിന് റിപ്ലൈ കൊടുക്കുമ്പോഴും ഒക്കെയാണ്. അപ്പം നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ലെങ്കിൽ പോലും ഓരോ കമൻസ് വായിക്കുമ്പോഴും നമുക്കൊരു ഫേസ് നമ്മുടെ മനസ്സിൽ വരുമല്ലോ. അപ്പോൾ ആ കമൻസ് വായിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ്, പുതിയ വീഡിയോസുമായിട്ട് വരാനുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് കമൻസ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ സ്നേഹവും അഭിപ്രായങ്ങളും ഒക്കെ അറിയാൻ പറ്റുന്ന അതിലൂടെ ആയതുകൊണ്ട് അതാണ് എൻ്റെ ഒരു എനർജി ഡ്രിങ്ക്. ഇനിയും ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.